മധുര നാരങ്ങയിൽ ഇനി ഓർമ്മയിൽ സൂക്ഷിക്കാൻ. അപ്പോൾ ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഓർമ്മയിൽ സൂക്ഷിക്കാനാണ് കേട്ടോ, മധുര നാരങ്ങയില്. ഇന്ന് ഞാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറയാൻ പോകുന്നത് കുറച്ചധികം ഒരു ഗൗരവമുള്ള വിഷയമാണ്. ഓർന്നുകൊണ്ടല്ല, നമ്മൾ നോബൽ സമ്മാനം എന്ന് പറയുന്നത് നമ്മളേവരും പലപ്പോഴും ഇന്ത്യയെ സംബന്ധിച്ച് കേട്ടുകേൾവി മാത്രമുള്ള കാര്യമായിട്ട് മാറുകയാണ് വർഷങ്ങളായിട്ട്, അല്ലേ? അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ആരോഗ്യരംഗത്തുള്ള നൊബേൽ സമ്മാനങ്ങൾ പ്രഖ്യാപിച്ചത്. അപ്പോൾ ഞാൻ അത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യമാണ്, കുറേ നാളായി ഇന്ത്യയിൽ നിന്നുള്ള ആരുടെയും പേര് കേൾക്കുന്നില്ലല്ലോ എന്നുള്ള കാര്യം. നൊബേൽ സമ്മാനത്തിൻ്റെ മൂല്യം വർഷാവർഷം വ്യത്യാസപ്പെടുന്നുണ്ട്. കാരണം നൊബേൽ ഫൗണ്ടേഷൻ അതിൻ്റെ സാമ്പത്തിക സ്ഥിതിയും നിക്ഷേപ വരുമാനവും അടിസ്ഥാനമാക്കിയാണ് അത് നിർണ്ണയിക്കപ്പെടുന്നത്. 2023 കണക്കനുസരിച്ച് ഓരോ നൊബേൽ സമ്മാനത്തിന് ലഭിക്കുന്ന പണ അവാർഡ് 10 ദശലക്ഷം സ്വീഡിഷ് ക്രോണറാണ്. $9 ലക്ഷം മുതൽ USD 1 ദശലക്ഷം വരെയാണ് എന്നുള്ളതാണ് പ്രത്യേകത. ഇനി നൊബേൽ സമ്മാനങ്ങൾ പല വിഭാഗങ്ങളിലായിട്ട് നൽകുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം, അല്ലേ? സമാധാനം, സാഹിത്യം, ഭൗതികശാസ്ത്രം, രസതന്ത്രം, ശരീരശാസ്ത്രം അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം. ആൽഫ്രഡ് നൊബേലിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള സ്വരീജസ് റിക്സ് ബാങ്ക് സമ്മാനം എന്നറിയപ്പെടുന്ന ഈ ഒരു പുരസ്കാരം നൽകുക, അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞത് ഇന്ത്യയുടെ കാര്യമാണ് കേട്ടോ. അതൊന്ന് പറയാം നമുക്ക്. ഇന്ത്യൻ പൗരന്മാർക്ക് 5 നൊബേൽ സമ്മാനങ്ങളാണ് നൽകിയിട്ട് ഇന്ത്യയെ ആദരിച്ചിരിക്കുന്നത്. കൂടാതെ ഇന്ത്യൻ വംശജരായിട്ടുള്ള മറ്റ് നിരവധി സമ്മാന ജേതാക്കളുമുണ്ട്. സാഹിത്യം, ഭൗതികശാസ്ത്രം, വൈദ്യശാസ്ത്രം, സമാധാനം, സാമ്പത്തിക ശാസ്ത്രം തുടങ്ങിയ വിഭാഗങ്ങളിലായിട്ട് ഇന്ത്യൻ വംശജരായിട്ടുള്ള 9 നൊബേൽ സമ്മാന ജേതാക്കളും നിലവിലുണ്ട്. 1913 ആദ്യത്തെ യൂറോപ്യനല്ലാത്ത നൊബേൽ സമ്മാന ജേതാവായിട്ടുള്ള രവീന്ദ്രനാഥ് ടാഗോർ, തുടർന്ന് CV രാമൻ, മദർ തെരേസ, അമർത്യ സെൻ, കൈലാഷ് സത്യാർത്ഥി തുടങ്ങിയ വഴിത്തിരിവുകൾ അല്ലെങ്കിൽ ആ വിശിഷ്ട വ്യക്തിത്വങ്ങൾ നമ്മുടെ അഭിമാനം കാത്ത വ്യക്തിത്വങ്ങളാണെന്ന് എടുത്തു പറയണം കേട്ടോ. ശാസ്ത്രീയ കണ്ടെത്തൽ മുതൽ മാനുഷിക പ്രവർത്തനങ്ങൾ, സാമ്പത്തിക ചിന്ത എന്നിവ വരെയുള്ള അവരുടെ വിപ്ലവകരമായിട്ടുള്ള സംഭാവനകൾ ഇന്ത്യയിലും ലോകമെമ്പാടുമുള്ള അക്കാദമിക് നേട്ടങ്ങൾക്കും സാമൂഹിക മാറ്റത്തിനും പ്രചോദനം നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് അവരെ നൊബേൽ നൽകി ആദരിച്ചത്. പക്ഷേ ചോദ്യം അതൊന്നുമല്ല. എന്തുകൊണ്ട് ഇന്ത്യക്കിപ്പോൾ നൊബേൽ സമ്മാനം ലഭിക്കുന്നില്ല? മറ്റ് ഇന്ത്യയെപ്പോലുള്ള ഇത്രയും ജനസംഖ്യയുള്ള ഒരു രാജ്യമായിട്ട് കൂടിയും ഇത്രയും പല രീതിയിലും മികവ് പ്രാപിച്ചിട്ടുള്ള ഒരു രാജ്യമായിട്ട് കൂടിയും എന്തുകൊണ്ട് ഇന്ത്യക്കൊരു നൊബേൽ സമ്മാനം അടുത്തിടയ്ക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം കേട്ടോ. മറ്റുള്ള രാജ്യങ്ങൾ ഇത്രയും ജനസംഖ്യയൊന്നും ഇല്ലാത്ത മറ്റൊരു രാജ്യങ്ങൾക്ക് ഇഷ്ടം പോലെ ചറപ്പറയാണ് എന്ത് കിട്ടുന്നത്, നൊബേൽ സമ്മാനം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തുകൊണ്ട് നൊബേൽ സമ്മാനം കിട്ടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. അതിനുള്ള ഉത്തരം എൻ്റെ കയ്യിൽ ഞാൻ ചോദിക്കുകയാണ്. എൻ്റെ ഒരു മനസ്സിൽ നിന്ന് ഡൗട്ടാണ് കേട്ടോ. സോ ഇതാണ് ഇന്നത്തെ ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ളത്. ഒന്ന് മനസ്സിൽ സൂക്ഷിക്കുക മാത്രമല്ല, ചിന്തിക്കുക, എന്തുകൊണ്ട് നമുക്ക് നൊബേൽ സമ്മാനം ലഭിക്കുന്നില്ല. സോ വീണ്ടും മറ്റൊരു മനോഹരമായ ടോപ്പിക്കുമായി കേട്ടുമുട്ടാമെന്ന വിശ്വാസത്തിൽ തൽക്കാലം നിങ്ങളോട് വിട പറയാനുള്ള നേരമാണ്. ഒരുപാട് മധുരമുള്ള ഓർമ്മകൾ മാത്രം കൂടുന്നുണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സൈനിങ് ഓഫ് ഇറ്റ്സ് മീ RJ അരുൺ ഫ്രം റേഡിയോ ലൈം വിത്ത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ. കേൾക്കൂ റേഡിയോ ലൈമിൽ മധുര നാരങ്ങ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ 7 മണി വരെ RJ അരുണിനൊപ്പം. റേഡിയോ ലൈം UK മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ.